ന്യൂബോൺ ബേബീസിൻ്റെ 100% കോട്ടൺ ഡെയിലി യൂസ് അണ്ടർവെയർ ആണ് ഇന്നത്തെ വീഡിയോ. ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെഷർമെൻറ്റ് പറഞ്ഞുതരാം. എയ്റ്റ് ആൻഡ് ഹാഫ് ഇഞ്ച് ലെങ്ത്തും 8 ഇഞ്ചസ് വിഡ്ത്തുമുള്ള 2 പീസാണ് വേണ്ടത്. സൈഡ് 4 ഇഞ്ചസ്, അത് ഫോൾഡ് ചെയ്തിട്ട് രണ്ട് സൈഡും 4 ഇഞ്ചസ് ഇടാം. 5 ഇഞ്ചസ് സീറ്റ് 5 ഇഞ്ചസ്. ഇനി ഒരു പേപ്പറിൽ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. റിബാണ്, കാലിൻ്റെ ഭാഗത്ത് വെച്ചടിക്കേണ്ട റിബ്. 2 3/4 വിഡ്ത്തും 12 ഇഞ്ചസ് ലെങ്ത്തുമുള്ള 2 പീസ് എടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് 12 ഇഞ്ചസ് ലെങ്ത്തുള്ള നമ്പർ 2 ഇലാസ്റ്റിക് 1 പീസ്. പേപ്പറിൽ കാണിച്ചു തരാം. 2 പീസ് ക്ലോത്ത് എന്ന് വിചാരിക്കും. ഫോൾഡ് ചെയ്ത് 8 ഇഞ്ചസ് ഫോൾഡ് ചെയ്താൽ 4 ഇഞ്ചസ് ആണെന്ന്, ഇത് 4 ഇഞ്ചസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടുന്ന് സൈഡ് 4 ഇഞ്ചസ്, ഇത് 4 ഇഞ്ചസ്. ഇത് 4 ഇഞ്ചസ് അണ്ടർവെയറിൻ്റെ സൈഡ്. സീറ്റ് 5 ഇഞ്ചസ്. ഈ 4 ഇഞ്ചസ് 5 ഇഞ്ചസിലേക്ക് ഇതാണ് ബാക്ക് ഇതാണ്. ഇനി ഇത് തന്നെ ഫ്രണ്ട്. ഇനി ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്ന വിധം കാണിച്ചു തരാം. ഇവിടുന്ന് ഈ സ്ലോപ്പ് ചെയ്ത് വന്ന സ്ഥലത്തുനിന്ന് ഒരു 1 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക. ഇത് എന്നിട്ട് ഇവിടുന്ന് ഇതാണ് ഫ്രണ്ട് പീസിൻ്റെ ഷേപ്പ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ്. ഇതേപോലെ ഇനി സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് സീറ്റ് സ്റ്റിച്ച് ചെയ്യുക. സീറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു പീസ് ക്ലോത്ത് അതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്യണം. ഇതേപോലെ ഒരു ചെറിയ പീസ് അതിൻ്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയാണ്. സീറ്റ് എപ്പോഴും വലിയുന്ന സ്ഥലമാണല്ലോ, അതുകൊണ്ട് സ്റ്റിച്ച് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തതിൻ്റെ ഏതെങ്കിലും വേസ്റ്റ് എടുത്തിട്ട് വെച്ചാൽ മതി. റിബ് ഫോൾഡ് ചെയ്ത് ഫസ്റ്റ് കാല് സ്റ്റിച്ച് ചെയ്യുക. ഫ്രണ്ടിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കണം. ആ കേവിൻ്റെ സ്ഥലത്ത് ചെറുതായിട്ട്. രണ്ട് കാലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്യണം. ഇനി രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യുക.
ഇപ്പോൾ കൊറോണ കാലമാണല്ലോ, അപ്പോൾ ഷോപ്പിലൊന്നും പോയിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് അണ്ടർവെയർ വാങ്ങാൻ സാധിക്കില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഇതേപോലെ ചെയ്യാൻ പറ്റും. ഡെയിലി യൂസ് ചെയ്യുന്ന അണ്ടർവെയർ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ സ്വന്തം ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇനി 1 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് പേസ്റ്റ് അടിക്കുക. ഇലാസ്റ്റിക് പാസ് ചെയ്യേണ്ട സ്ഥലം 1 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. ലാസ്റ്റിൽ ഒരു 1/2 ഇഞ്ച് ഓപ്പണിങ്സ് വെക്കണം, ഇലാസ്റ്റിക് പാസ് ചെയ്യാൻ വേണ്ടി. അതിവിടെ എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു 1/2 ഇലാസ്റ്റിക് പാസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് കെട്ടിട്ടടിക്കണം. ലോക്ക് ചെയ്തിട്ട് ഇലാസ്റ്റിക് തമ്മിൽ ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇനി ഓപ്പണിങ്സ് ക്ലോസ് ചെയ്യണം. ബേബി അണ്ടർവെയർ റെഡിയായി. ഇത് എത്ര നല്ലോണം ഇട്ട് കൊടുക്കാൻ പറ്റും കുട്ടിക്ക്. ബാക്ക് നല്ലവണ്ണം കവർ ചെയ്യും, അതാണ് ആ ഷേപ്പ് എടുത്തത്. ചിലതെല്ലാം ഈ സൈഡിലോട്ട് ഇങ്ങനെയായിട്ട് കുടുങ്ങിയ പോലെ ഉണ്ടാവും. ഇത് നല്ല കവർ ചെയ്ത് നിൽക്കും, ഇട്ടാൽ നല്ല ഭംഗിയുണ്ടാവും.